എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമുക്ക് പല ക്രൈസിസുകളും നേരിടേണ്ടി വന്നേക്കാം. അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം, പല പല ക്രൈസിസുകളാവാം. ഒരു ബ്രോഡനായിട്ട് പറയുകയാണെങ്കിൽ ക്രൈസിസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നമ്മുടെ ലൈഫിൽ വരുന്ന ക്രൈസിസുകളെ. ഒന്ന് ഇമോഷണൽ ക്രൈസിസുകളാണ്. ഇമോഷണൽ ക്രൈസിസുകൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും ഡെത്ത് പോലെ സംഭവിക്കുക, അങ്ങനത്തെ ഇമോഷണൽ ക്രൈസിസുകൾ വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, ടൈം ഹീൽസ് ഓൾ വൗണ്ട്സ്. എല്ലാ ഇതുപോലത്തെ ഇമോഷണൽ മുറിവുകളെയും നമുക്ക് കാലം കഴിയും തോറും അതിന്റെ തീവ്രത കുറഞ്ഞു വരും. പക്ഷെ മറ്റൊരു ക്രൈസിസ് ആണ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഫിനാൻഷ്യൽ ക്രൈസിസ് ടൈം കൂടുന്തോറും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അതിന്റെ ഇന്റൻസിറ്റി കൂടി വരും. അത് കുറയുകയല്ല, നേരത്തെ പറഞ്ഞ ഇമോഷണൽ ക്രൈസിസിന്റെ കുറയുക ചെയ്യുക ഇന്റൻസിറ്റി, ഇവിടെ അതിന്റെ ഇന്റൻസിറ്റി കൂടി വരും. അപ്പം അതില് നമ്മൾ കൃത്യമായി ഇടപെട്ട് അതിനെ നമുക്ക് കുറച്ച് റെക്ടിഫിക്കേഷൻസ് വരുത്തിയാൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് രക്ഷപ്പെടാം. അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് പ്ലാനുകളാണ് ടേം ഇൻഷുറൻസ് പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും. അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറെ പോയിന്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ബേസിക്കലി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ സെലക്ഷൻ തന്നെയാണ്. ഇൻഷുറൻസ് കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് ഇമേജ് ഉള്ള കമ്പനി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സോൾവൻസി റേഷ്യോ, കമ്പനി എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത്. അതുപോലെ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ക്ലെയിമുകൾ 10,000-20,000 കമ്പനീസ് പാസ്സാക്കി വിടും. 10 ലക്ഷം 20 ലക്ഷത്തിന്റെയൊക്കെ നമ്മൾ റിജക്ട് ചെയ്യുന്ന കേസുകൾ നമുക്ക് അറിയാനാണ് എത്ര എമൗണ്ട് സെറ്റിൽ ചെയ്തതുള്ള ആ റേഷ്യോ. ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ടുള്ള റാങ്കിങ് അവൈലബിൾ ആണ്. അറിയാൻ വേണ്ടി എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ് കമ്പനീസ്, ഈ റേഷ്യോസ് ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് കൂടുതൽ ഫിനാൻഷ്യലി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം HDFC ഇറങ്ങും നോക്കി കഴിഞ്ഞാൽ 99% നിൽക്കുന്നത് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതുപോലെ ICICI ലൊംബാർഡ് 97 നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പ്രീമിയം കൂടുതലാണെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ HDFC എർഗോന്റെ ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ ഇതൊക്കെയാണ് കമ്പനി സെലക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. യൂട്യൂബ് നിങ്ങളുടെ ലൈക്ക് അനുസരിച്ചാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ആഗ്രഹിക്കുന്ന കൂടുതൽ പേരിൽ എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കവറേജ് ആണ്. നമ്മളിപ്പോൾ കാറ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ IDV, അതായത് നമ്മൾ 15 ലക്ഷത്തിന്റെ വണ്ടിയാണോ 20 ലക്ഷത്തിന്റെ വണ്ടിയാണോ എന്നൊക്കെ പറയാറില്ലേ, 50 ലക്ഷത്തിന്റെ വണ്ടി, 1 കോടിയുടെ വണ്ടി. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിലെ ഏറ്റവും പ്രധാനം ഇതുപോലത്തെ ഹെൽത്ത് ഇൻഷുറൻസിലെ ഒരു IDV ആണ് സം അഷ്യൂർഡ്. അപ്പൊ മിനിമം 10 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡ് എങ്കിലും ഇപ്പോൾ എടുക്കണം. നമ്മളൊരു ഫ്യൂച്ചർ നോക്കി പോവുകയാണെങ്കിൽ ഒരു 15 lakhs 20 lakhs എടുത്താലും കുഴപ്പമില്ല. അത്രയൊക്കെ സം അഷ്യൂർഡ് മിനിമം എടുക്കണം. ചില എക്സ്പേർട്സ് പറയുന്നത് നമുക്ക് ടോപ്പ് അപ്പ് എടുത്താൽ മതി. അതായത് 10 ലക്ഷം സം അഷ്യൂർഡ് എടുത്ത് ബാക്കി ടോപ്പ് അപ്പ് 90 lakhs ടോപ്പ് അപ്പ് എടുത്ത് 1 കോടിയുടെ പ്ലാൻ ആക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ടോപ്പ് അപ്പിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടോപ്പ് അപ്പിന്റെ ക്ലെയിം കാര്യങ്ങൾ കുറച്ച് ടഫാണ്. എപ്പോഴും നല്ലത് ബേസ് സം അഷ്യൂർഡ്, നല്ലൊരു സം അഷ്യൂർഡ് ഉണ്ടാവുക. 10 ലക്ഷം 20 ലക്ഷം ഉണ്ടാവുക. ബേസിക്കലി കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അപ്പോൾ 25 ലക്ഷം 50 ലക്ഷം എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സം അഷ്യൂർഡ് കൂടുതലായിരിക്കാം. ഇതാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, സം അഷ്യൂർഡ് ആണ്. അതുപോലെ തന്നെ റെസ്റ്റോറേഷൻ, അതായത് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ മസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാനിൽ വേണം. നമുക്കിപ്പോൾ ഇതുപോലെ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വന്നാൽ കീമോതെറാപ്പി റെഗുലർ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം റെഗുലർ ആയിട്ട് എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം തീരുമ്പോൾ അത് ഫില്ല് ചെയ്യുന്ന അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ നമുക്ക് എന്തായാലും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് വന്നാൽ പല തവണ നമുക്ക് ഡയാലിസിസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മറ്റൊരു പോയിന്റ് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. ക്യുമുലേറ്റീവ് ബോണസ് ഇപ്പോൾ നമുക്ക് 10x, അതായത് നമ്മളിപ്പോൾ 20 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം 40 ലക്ഷം ആവുന്നു, പിന്നെ 60 ലക്ഷം ആവുന്നു, അങ്ങനെ 80 ലക്ഷം, 1 കോടി അങ്ങനെ കയറി പോകുന്ന പ്ലാനുകൾ 5x, അതായത് 5 ഇരട്ടി ആവുന്ന, 6 ഇരട്ടി ആവുന്ന, 7 ഇരട്ടി ആവുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ക്യുമുലേറ്റീവ് ബോണസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കിപ്പം നമ്മൾ പ്ലാൻ എടുത്തു 10 ലക്ഷത്തിന്റെ, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 60 ലക്ഷം 70 ലക്ഷം സം അഷ്യൂർഡ് ആവുന്ന രീതിയിലുള്ള പ്ലാൻസ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഡബിൾ ചെയ്യുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്
കാര്യങ്ങൾ പറഞ്ഞു തരാം, ഏത് പ്ലാനാണ് ഏറ്റവും നല്ല രീതിയിൽ ക്യുമുലേറ്റീവ് ബോണസ് ഉള്ളത് എന്നൊക്കെ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ, ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മുടെ അടുത്തുള്ള നമ്മളിപ്പം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി നോക്കി അതിൽ ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കമ്പനി സെലക്ട് ചെയ്തു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് ലോങ് കണക്ഷൻ അല്ല ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആ കമ്പനിയും ഇൻഷുറൻസ് കമ്പനിയുടെ ടൈപ്പ് പോകാം, നമ്മൾ എടുക്കുന്ന കമ്പനിക്ക് നാളെ ഇതിന് ടൈപ്പ് വരാം. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ മാത്രം നോക്കിയിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എടുക്കുക. അതിനുശേഷം കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ കസ്റ്റമറുടെ റിക്വസ്റ്റിന് അനുസരിച്ച് അവിടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റലിൽ ടൈപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇപ്പൊ സർജറി, നമ്മൾ അഡ്മിഷൻ ഓർ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സമയത്തുള്ള ചെലവുകൾ ഒക്കെ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്, മരുന്നുകൾ, ടെസ്റ്റുകളൊക്കെ. അത് മാക്സിമം ഉള്ള 90 ദിവസം നമ്മുടെ അഡ്മിഷന് മുമ്പും 180 ദിവസം നമ്മുടെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും അങ്ങനെ മാക്സിമം ഉള്ള കമ്പനി സെലക്ട് ചെയ്യുക. കാരണം അത് വളരെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മുടെ അഡ്മിഷൻ കഴിഞ്ഞാൽ 180 ദിവസത്തെ ബില്ലുകൾ എടുത്തു വെച്ച് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് ക്ലെയിം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ഞങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരുമിച്ച് ബില്ലെടുത്ത് നമ്മുടെ മാനേജേഴ്സ് നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലൈക്ക് ബട്ടൺ അമർത്താത്തവരുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ റോബോട്ടിക് സർജറി, മോഡേൺ സർജറി, റോബോട്ടിക് സർജറിയൊക്കെയാണ് ഇനി ഭാവിയിൽ ഒരു 2, 3, 5 കൊല്ലം കഴിഞ്ഞാൽ ഒരു എല്ലാ ഹോസ്പിറ്റലും റോബോട്ടിക് സർജറി മാത്രമായിട്ട് ഉണ്ടായിരിക്കുക എന്ന് തോന്നുന്നു. കാരണം ഇത് AI ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ലോസ് വളരെ കുറവാണ്, ഹീലിംഗ് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോബോട്ടിക് സർജറിക്ക് ക്യാപ്പിംഗ് ഉള്ള പ്ലാനുകൾ എടുക്കരുത്. 100% സമ്മർഷോട് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷത്തിനും റോബോട്ടിക് സർജറി കവർ ചെയ്ത പ്ലാൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡേ കെയർ, ആയുഷ് ഒക്കെ 100% കിട്ടുന്ന പ്ലാൻസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ ഒക്കെ നമുക്ക് 100% കവർ ചെയ്യുന്ന പ്ലാൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും ഇപ്പം ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ എമൗണ്ട് നിങ്ങൾക്ക് സമ്മർഷോട് കൂട്ടിയെടുക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ഇതിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി ബെസ്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല സമ്മർഷോട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് നമ്മൾ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും അസുഖങ്ങൾ പറയണം. അതായത് സർജറികൾ കഴിഞ്ഞിട്ടുണ്ടോ, മുന്നേ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറയണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, നമുക്ക് മുന്നേ അസുഖങ്ങളുണ്ടോ, മുന്നേ എന്തെങ്കിലും സർജറി, അതൊക്കെ കൃത്യമായിട്ട് കമ്പനിയോട് പറഞ്ഞിരിക്കണം. അത് തന്നെ നമ്മൾ പോർട്ടിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇത് തന്നെ വീണ്ടും കമ്പനിയോട് പറയണം. അതായത് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് വിവരങ്ങൾ ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, അപ്പൊ നമ്മൾ വീണ്ടും പറയേണ്ടതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ ഈ വീക്ക്ലി 1 വീഡിയോ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.